ഈ പറയപ്പെട്ട അസ്ഗർ അലിയെ കുറിച്ച്, മൗലാന അസ്ഗർ അലിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതേപോലെ തന്നെ മറ്റൊരാളാണ് SY ഖുറൈശി. അദ്ദേഹം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രണ്ടുപേരും ഇന്ത്യയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയും സംഘടനകളെയും നേതാക്കളെയും സംഘപരിവാറുമായി ബന്ധപ്പെടുത്തി കൊടുക്കുന്ന മോഹൻ ഭഗവതിന്റെ ബ്രോക്കർമാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് ഈ രണ്ടാളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSSന്റെ നാഗ്പൂർ ആസ്ഥാനത്ത് പോയിട്ട് മോഹൻ ഭഗവതുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് BJPക്ക് എങ്ങനെ കയറി വരാനും BJPയെ കുറിച്ച് നല്ല വാക്ക് പറയുന്ന മുസ്ലിങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന ബ്രോക്കർ പരിപാടിയാണ് ഈ രണ്ട് നേതാക്കന്മാരും ഇന്ന് ഇന്ത്യയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദ് നടത്തുന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഈ രണ്ടുപേരെയും അതിഥികളായി ക്ഷണിച്ചുകൊണ്ടുവന്നതിന്റെ താല്പര്യം എന്താണ്? ഈ സമൂഹത്തോട് പറയണം. അവർ എന്താണ് അവരുടെ താല്പര്യം? ഈ ആളുകളെ ക്ഷണിച്ചുകൊണ്ടുവന്നതിന്റെ താല്പര്യം എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? നേതൃത്വത്തിൽ മുജാഹിദിന് എന്ത് ഗുണമാണുള്ളത്? ഇവിടുത്തെ സമുദായത്തിന് എന്ത് ഗുണമാണുള്ളത്? അപ്പോ മോഹൻ ഭഗവതിന്റെ പ്രതിനിധികളായി മുസ്ലിം സമുദായത്തിനകത്തേക്ക് കയറി വന്നുകൊണ്ട് RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ കരാറെടുത്തുള്ള രണ്ടാളുകളെ അതിഥികളായി ക്ഷണിച്ചുകൊണ്ടുവന്നു എന്നുള്ളത് ഇതിനെക്കുറിച്ച് സമുദായത്തോട് വിശദീകരിക്കാൻ വലിയ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന മുജാഹിദ് പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. തീർന്നില്ല, സമ്മേളനം അവസാനിച്ചു. സമ്മേളനം അവസാനിച്ചതിന്റെ തൊട്ടു പിറ്റേ ദിവസമാണ് ബഹുമാനായ പാണക്കാട് തങ്ങൾ മുസ്ലിം സംഘടനയുടെ യോഗം വിളിച്ചു. ആ മുസ്ലിം സംഘടനയുടെ യോഗം വിളിച്ച അന്ന് രാവിലെ 10 മണി 11 മണിക്കാണ് യോഗമെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോഴേക്ക് കേരളത്തിലെ മുഴുവൻ, കോഴിക്കോട്ടെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും മുജാഹിദ് നേതാക്കന്മാർ ഇങ്ങോട്ട് വിളിച്ചു പറയാൻ വിവരങ്ങൾ കൈമാറുകയാണ്. എന്താ വിവരങ്ങൾ കൈമാറുന്നത്? അവർ പറഞ്ഞു, പാണക്കാട് തങ്ങൾ ഞങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ആ സമ്മേളനം ബഹിഷ്കരിച്ചിരിക്കുന്നു. വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. ഞാൻ പറയുന്നു, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം തികഞ്ഞ ഒരു വലിയ നാടകമാണ് അതിലൂടെ കളിച്ചുള്ളത്. കാരണം ബഹുമാന്യനായ തങ്ങൾ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് മുജാഹിദ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒരു വാദമേ അല്ല. കാരണം അതൊരു പ്രസക്തമല്ലാത്ത വാദമാണ്. ഇതിനു മുമ്പും അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വാദത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അതിനേക്കാൾ അപ്പുറം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവനും വിളിച്ചു ചേർത്ത യോഗത്തിൽ പാഠ്യപദ്ധതിയോടൊപ്പം ചേർത്ത പ്രധാനപ്പെട്ട അജണ്ട ഏക സിവിൽ കോഡിനെ കുറിച്ചായിരുന്നു. മോഹൻ ഭഗവതിന്റെ ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ കോഴിക്കോട് വിട്ടു പോകുന്നതിന് മുമ്പ് ഏക സിവിൽ കോഡിനെ കുറിച്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രയാസമുള്ളതുകൊണ്ട്, പരിമിതിയുള്ളത് കൊണ്ടാണ് ആ യോഗത്തിന് മറ്റൊരു വിവാദം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെട്ടത് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ അന്നം കഴിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. KNMന്റെ ഈ ചുറ്റിക്കളി കണ്ടാൽ അറിയാം, BJPക്ക് വേണ്ടി ദാസ്യവേല ചെയ്യാൻ ഇവിടെ ഏക സിവിൽ കോഡിനെതിരെ യോഗം വിളിച്ചാൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധം വിധേയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ചാരന്മാരായി പ്രവർത്തനം തുടങ്ങി, ബ്രിട്ടീഷുകാരുടെ ഷൂസ് നക്കി അവസാനം അധികാരത്തിൽ വന്ന സംഘപരിവാറിന്റെ ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ബോധ്യമാകുന്ന വസ്തുതയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മതപരമായിട്ടോ സാമൂഹികമായിട്ടോ നവോത്ഥാനപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനോ അതിലേതെങ്കിലും അർത്ഥത്തിൽ പങ്കാളിത്തം വഹിക്കാനോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു പ്രാധാന്യവും പ്രസക്തിയും നിലനിൽപ്പുമില്ല എന്ന് ഈ സമ്മേളനത്തിലൂടെ